ഗൈസ്, അപ്പോൾ നമ്മുടെ കേരള ടു ഹംപി സെക്കൻഡ് പാർട്ടിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഫസ്റ്റ് പാർട്ടിൽ ബാംഗ്ലൂരിലെ കുറച്ച് സ്ഥലങ്ങളൊക്കെ കറങ്ങി ഇനി നേരെ ഹംപിയിലേക്ക്. നമ്മൾ നന്ദി ഹിൽസിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ഒരുപാട് ലേറ്റായി. ഇനി എന്തായാലും നേരെ വെളുക്കും. അവിടെ എത്തുമ്പോൾ ഒരു 350 കിലോമീറ്ററോളം ഉണ്ട് ബാംഗ്ലൂരിൽ നിന്ന് ഹംപിയിലേക്ക്. ഏതോ ഗുദാമൊക്കെയാണ് അറിയുന്നത്. വിജനമായ ഏതോ ഒരു പ്രദേശത്ത് കൂടെ പോകുന്നു. കണ്ടിട്ട് തന്നെ പേടി തോന്നും. ഇനിയൊരു 140 കിലോമീറ്റർ അടുത്തുണ്ട് ഹംപിയിലേക്ക്. അപ്പോൾ ഞങ്ങൾ ബസ് എടുക്കാൻ വേണ്ടി ഒരു പമ്പിലേക്ക് കയറി. അങ്ങനെ ഹംപിയിലെത്തി ഞങ്ങൾ റൂമൊക്കെ എടുത്തു. ഇവിടെ റൂമിന് 500 തൊട്ട് ഉണ്ട്, റൂമുണ്ട്. നല്ല തിരക്കില്ലാത്ത റൂമുകളൊക്കെ കിട്ടും. ഞങ്ങൾ റൂമെടുത്ത് ഇപ്പോൾ ഹംപിയിലെ കാഴ്ചകൾ കാണാനായിട്ട് ഇറങ്ങി. നമ്മൾ ആദ്യമായിട്ട് കാണാൻ പോകുന്നത് കല്ലുകൊണ്ടുണ്ടാക്കിയുള്ളത് അതാണ്. നമ്മുടെ 50 രൂപയുടെ നോട്ടിൻ്റെ ബാക്കിലുള്ള ആ ഒരു ഫോട്ടോ അല്ലേ അത്. അപ്പോൾ പാർക്ക് ചെയ്യാനൊരു സ്ഥലം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ വണ്ടി പാർക്ക് ചെയ്തിട്ട് പോകാനുള്ള ടിക്കറ്റ് എടുക്കാൻ പോവാം. അപ്പോൾ നമ്മൾ ടിക്കറ്റൊക്കെ എടുത്ത് ഈ ഒരു വണ്ടിയിലാണ് യാത്ര ഇനി ബാക്കിയുള്ളത്. Shining like a beacon of bright stars. I was alive for wandering far until I found the lighthouse, guiding me out the dark. ഇതാണ് ശ്രീ വിജയവിഠാല ടെമ്പിൾ. ഇവിടെയാണ് ആ കല്ലുകൊണ്ടുള്ള രഥം ഇരിക്കുന്നത്. കല്ലുകൊണ്ടല്ല, ഇത് ശരിക്കും ഉണ്ടാക്കിയിരിക്കുന്നത് മാർബിൾ കൊണ്ടാണ്. ഇവിടുത്തെ കാഴ്ചകളെല്ലാം കണ്ടിറങ്ങി ഇനി അടുത്തത് പോകുന്നത് ക്യൂൻ ബാത്തിലേക്കാണ്. അപ്പോൾ ഇനി അവിടുത്തെ കുറച്ച് കാഴ്ചകൾ ഇനി കാണാം. ഞങ്ങൾ ക്യൂൻ ബാത്തിലെ കാഴ്ചകളെല്ലാം കണ്ട് അടുത്തായി പോകുന്നത് ലോട്ടസ് മഹലിലേക്കാണ് കേട്ടോ. ഹംപി എന്ന് പറയുമ്പോൾ ഇഷ്ടംപോലെ സ്ഥലം കാണാറുണ്ട്. ഒരു 5 ദിവസം മിനിമം വേണം എല്ലാ സ്ഥലങ്ങളും കാണാൻ. നമ്മൾ പക്ഷേ ഒരു ദിവസം കൊണ്ട് പറ്റാവുന്ന എല്ലാ സ്ഥലങ്ങളും കവർ ചെയ്യും. പോകുന്ന വഴിയിൽ ഇതുപോലെ കുറേ ആട്ടുംകൂട്ടൊക്കെ നമുക്ക് കാണാൻ പറ്റും കേട്ടോ.
ഇതാണ് ലോട്ടസ് മഹൽ. ഇവിടേക്ക് കയറാൻ ഒരു 40 രൂപ ടിക്കറ്റ് പ്രൈസ് ഉണ്ട് കേട്ടോ. ഇതിന് ചുറ്റും നല്ല പച്ചപ്പാണ്, നല്ല ഭംഗിയാണ്. ഒരു പഴയകാല കിണറും ഇതിൻ്റെ അടുത്ത് നമുക്ക് കാണാൻ പറ്റും കേട്ടോ. guiding me out the ഇതാണ് എലിഫൻറ്റ് സ്റ്റേബിള്. ഹംപിയിലെ ഏറ്റവും കുറവ് കേടുപാടുകൾ സംഭവിച്ചിട്ടുള്ളൊരു കെട്ടിടമാണിത്. അന്നത്തെ രാജാക്കന്മാരെ ആനനെ പാർപ്പിക്കാൻ വേണ്ടിയിട്ട് നിർമ്മിച്ചതാണിത്. guiding me out the അങ്ങനെ ഇവിടെ നിന്ന് ഇറങ്ങി അടുത്തത് പോകുന്നത് വീരപക്ഷ ടെമ്പിളിലേക്കാണ്. ഹംപിയിലെ തന്നെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ളൊരു ടെമ്പിളാണിത്. ഇതാണ് വീരപക്ഷ ടെമ്പിൾ. അപ്പോൾ ഈ ഒരു ടെമ്പിളിൻ്റെ ഉള്ളിലേക്ക് കയറുമ്പോൾ നല്ലൊരു പോസിറ്റീവ് എനർജിയാണ് നമുക്ക് ലഭിക്കുന്നത്. ദിവസം കൊണ്ട് ഹംപിയിൽ എവിടെയൊക്കെ പോകാൻ പറ്റുമോ അവിടെയൊക്കെ ഞങ്ങൾ പോയി. നേരം ഇരുട്ടി തുടങ്ങി. അപ്പോൾ ഞങ്ങൾ അധികം നേരം ഞാൻ അവിടെ നിന്നില്ല. വേഗം നാട്ടിലേക്ക് പോകാനുള്ള പരിപാടികളൊക്കെ നോക്കി നാട്ടിലേക്ക് യാത്ര ചെയ്യും. guiding me out the അങ്ങനെ കേരള ടു ഹംപി പാർട്ട് 2 ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ എന്തെങ്കിലും തെറ്റുകൾ കുറവുകളുണ്ടെങ്കിൽ അതിനോട് ക്ഷമിക്കുക. പുതിയൊരു വീഡിയോയുമായി നമുക്ക് പിന്നെയും കാണാം.